It's me, Mr. Afsanithium. ഇന്ന് നമുക്കൊരു കവായി ജേർണലിംഗ് അല്ലേ ഞാൻ അന്നാൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കവായി ജേർണൽ ചെയ്തു. നമുക്കൊരു സിമ്പിൾ ജേർണൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കണ്ട, പേപ്പറിൽ എത്ര കട്ടിയാണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചുമ്മാ പേപ്പർ ചുളുക്കി ഒന്ന് ഒട്ടിക്കുക, പിന്നെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നമുക്കത് ചെയ്യാം. ഗൈസ്, ആദ്യം തന്നെ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ചുളുക്കാം. ശരിക്കും ഇതൊരു പേപ്പറാണ് വേണ്ടത്. എനിക്ക് പേപ്പറില്ലാത്ത കാരണം കാർഡ്ബോർഡ് പീസ് എടുക്കാം. ചുളുക്കുക എന്ന് വെച്ചാൽ മടക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കാർഡ്ബോർഡ് ചുളുക്കാൻ പറ്റില്ല. എങ്ങനെയാണോ താഴെ വീണ് കിടക്കുന്നത് ഒരു കാർഡ്ബോർഡ് എടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയാക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മിഡിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജേർണലിംഗ് കിറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ തുറക്കുകയാണ്. തുറന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റാമ്പൊക്കെ കാണാൻ പറ്റും, നമ്മൾ ബുക്കൊക്കെ കാണാൻ പറ്റും, സ്റ്റിക്കേഴ്സൊക്കെ കാണാൻ പറ്റും, ഇതെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മാത്രം മതി എനിക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്ത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് അടിക്കാം. അപ്പോൾ എൻ്റെ വിൻറ്റേജ് ജേർണൽ കിറ്റിൽ ഞാൻ എനിക്ക് കോയിൻസ്, സ്റ്റാമ്പ്സ് ഇതിലേതെങ്കിലും എടുക്കാം. അപ്പം സ്റ്റാമ്പ്സിൽ ഞാൻ ഈ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗൈസ്, അപ്പോൾ നമുക്ക് സമയമില്ല. അപ്പം ഞാൻ കൂട്ടൊരു ലേബൽ ഇവിടെ വെച്ചിട്ട് ഇച്ചിരി റൈറ്റിങ്സും സ്റ്റിക്കേഴ്സും വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഹായ് ഗൈസ്, എനിക്ക് ഇച്ചിരി തണുത്തായിരുന്നത് ഞാൻ ജാക്കറ്റ് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട്. ഇവിടെ എന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒന്നും ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ അത്രയുള്ളൂ. ബൈ. എനിക്കിഷ്ടപ്പെട്ടു.